യോ ഗീക്സ് എല്ലാവർക്കും ഗീക്കി ടോക്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് 5 പവർഫുൾ ഷിനോബീസ് ഇൻ നറൂട്ടോ സീരീസ്. അതായത് നമ്മുടെ നറൂട്ടോ അനിമിയിൽ കുറെ പവർഫുൾ ആയിട്ടുള്ള ഷിനോബീസ് ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 5 ഷിനോബീസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്റെ ഈ ലിസ്റ്റിന്റെ ടോപ്പ് 5 ആരൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആൻഡ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കൂ. നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 5 യെല്ലോ ഫ്ലാഷ് ഓഫ് ദ ലീഫ് മിനാറ്റോ നാമിക്കാസയാണ്. ലിറ്ററലി ഒരു ചൈൽഡ് പ്രോഡിജി തന്നെയാണ് നമ്മുടെ മിനാറ്റോ അക്കാഡമിയിൽ പഠിക്കുന്ന ടൈമിൽ ഒരു റെക്കോർഡ് സെറ്റ് ചെയ്തിരിക്കും. ആൻഡ് ആ റെക്കോർഡിനെ ഇന്ന് വരെയും ആരും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. നറുട്ടോ വേഴ്സിൽ തന്നെ ഫൈറ്റിന്റെ ഇടയിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഏറ്റവും എഫക്റ്റീവായി യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ മിനാറ്റോ. ബേസിക്കലി മിനാറ്റോ നാമിക്കാസെ ക്ലൈനിൽ ചേർന്നയാളാണെങ്കിലും ഉസുമാക്കി ക്ലൈനിലുള്ളവരുടെ പവേഴ്സ് ഒക്കെ നമ്മുടെ മിനാറ്റോയ്ക്കും ഉണ്ട്. മിനാറ്റോയ്ക്ക് ഹൈ ചക്ര എനർജി ആണുള്ളത്. ഇതുകൊണ്ട് തന്നെ മിനാറ്റോ ടയേർഡ് ആകാതെ തന്നെ ഫൈറ്റ് ചെയ്യും. ഇവിടെ ഒരു സീനിൽ നമ്മുടെ ടോബി മിനാറ്റോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരും. അപ്പോൾ നമ്മുടെ മിനാറ്റോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ തന്നെ ടോബിയുടെ പവേഴ്സും വീക്ക്നസും മനസ്സിലാക്കി റാസെങ്കൻ ഷാഡോ യൂസ് ചെയ്യും. ആൻഡ് ഇതൊന്നുമല്ലാതെ ഫോർത്ത് ഗേറ്റ് നിഞ്ച വാറില് നമ്മുടെ മൈറ്റ് ഗായ് തന്റെ 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത് മാദര ഉച്ചിഹിനെ അടിക്കാൻ പോകും. എന്നാൽ അപ്പോൾ നമ്മുടെ മൈറ്റ് ഗായെ അറ്റാക്ക് ചെയ്യാൻ 4-5 ബോംബുകൾ വരും. ആൻഡ് ഇവിടെ നമ്മുടെ മൈറ്റ് ഗായ് പോകുന്ന സ്പീഡ് ആർക്കും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെ മിനാറ്റോ മൈറ്റ് ഗായുടെ മുന്നിൽ വന്നിട്ട് മൈറ്റ് ഗായുടെ നേരെ വരുന്ന ബോംബുകളെ തന്റെ ജാക്കറ്റിലാക്കി അവിടുന്ന് ടെലിപ്പോർട്ട് ആയി ഒരു മലയുടെ മുകളിൽ പോകും. എന്നിട്ട് ആ ബോംബുകളെ അവിടെ വെച്ച് പൊട്ടിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം മിനാറ്റോ എന്തോരം ഫാസ്റ്റ് ആണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ മിനാറ്റോയ്ക്ക് കൈവശമില്ലാത്ത ഒരു സീലിംഗ് ജുട്സു തന്നെ ഇല്ലെന്ന് പറയാം. ഹൊക്കാഗയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കുറച്ചു നാൾ ഹൊക്കാഗയായിരുന്ന ഒരു ക്യാരക്ടറാണ് മിനാറ്റോ. എന്നാൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഹൊക്കാഗയും കൂടിയാണ് മിനാറ്റോ. ഇതുകൊണ്ടാണ് എന്റെ ഈ ടോപ്പ് 5 പവർഫുൾ ഷിനോബിസിന്റെ ലിസ്റ്റിൽ മിനാറ്റോ നാമിക്കാസെ 5th പ്ലേസിൽ വന്നത്. ആൻഡ് അടുത്തതായി നമ്മുടെ ഈ ലിസ്റ്റിൽ 4th പ്ലേസിലുള്ളത് ദ ഗോസ്റ്റ് ഓഫ് ദ ഉച്ചിഹയായ മാദര ഉച്ചിഹയാണ്. മാദര ചെറുപ്പത്തിൽ തന്നെ വളരെയധികം പവർഫുൾ ആയിരുന്നു. മാദര തന്റെ ഷാരിംഗൻ യൂസ് ചെയ്ത് കുറെ പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോഡ് ഓഫ് ഷിനോബിയായ ഹാഷിരാമ സെഞ്ചുവിനെതിരെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് മാദര ഉച്ചിഹ. ആൻഡ് ഇവിടെ 4th ഗ്രേറ്റ് നിഞ്ച വാറിൽ 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത് മൈറ്റ് ഗായുടെ പവർഫുൾ അറ്റാക്കിനെ അങ്ങനെ ഏറ്റുവാങ്ങിയ മാദര ഇതൊക്കെ എന്ന് നിസ്സാരമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കും. ബ്ലാക്ക് സെറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെങ്കിലും മാദര ഉച്ചിഹ ഇൻഫൈനൈറ്റ് സുക്യോമിനെ ക്രിയേറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാദരയ്ക്കാണ് പെർഫെക്റ്റ് സൂസാനോ ഉള്ളത്. ഈവൻ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 9-tailed ബീസ്റ്റിനെ വരെ മാദര തന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കും. ആൻഡ് കുറെ വർഷങ്ങൾക്ക് ശേഷം റീനിഗൻ ആക്ടിവേറ്റ് ചെയ്തതും മാദര തന്നെയാണ്. ഇത്രയധികം ഒക്കെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ എന്റെ ലിസ്റ്റിൽ മാദര ഉച്ചിഹ 4th പ്ലേസിലാണ് ഉള്ളത്. ആൻഡ് എനിക്കറിയാം ഇവിടെ കുറെ പേര് ഡിസപ്പോയിന്റഡ് ആയിരിക്കും മാദര 4th പ്ലേസിൽ വരേണ്ട ക്യാരക്ടർ അല്ലാന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. മാദരയെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഷിനോബിസ് ഇനിയുമുണ്ട്. അടുത്തതായി എന്റെ ലിസ്റ്റിൽ 3rd പ്ലേസിലുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഗോഡ് ഓഫ് ഷിനോബിയായ ഹാഷിരാമ സെഞ്ചു തന്നെയാണ്. ഹാഷിരാമ സെഞ്ചു ക്ലാനിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചക്ര വളരെയധികം സ്ട്രോങ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ഹാഷിരാമയുടെ വുഡ് സ്റ്റൈൽ വളരെയധികം പവർഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാദരയെ ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്ത ഒരു ക്യാരക്ടറും കൂടിയാണ് ഹാഷിരാമ. ഇവിടെ ചെറുപ്പം മുതൽ തന്നെ ഹാഷിരാമയും മാദരയും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആയിരിക്കും. ആൻഡ് അതിൽ നമ്മുടെ മാദര തന്റെ ഷാരിംഗൻ സൂസാനോ 9-tailed ബീസ്റ്റിനെ യൂസ് ചെയ്തിട്ട് പോലും ഹാഷിരാമ മാദരയെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഹാഷിരാമ ഇതുകൊണ്ടാണ് എന്റെ ലിസ്റ്റിൽ 3rd പ്ലേസിൽ വന്നത്. അടുത്തതായി നമ്മുടെ ഹാഷിരാമ കഴിഞ്ഞ് എന്റെ ലിസ്റ്റിൽ 2nd പ്ലേസിലുള്ളത് ദ ലാസ്റ്റ് ഉച്ചിഹയായ സാസ്കെ ഉച്ചിഹയാണ്. ഇപ്പോൾ ഇവിടെ കുറെ പേർക്ക് ഡൗട്ട് വരാം, എന്താണ് ബ്രോ സാസ്കെ നമ്മുടെ ഹാഷിരാമയെ മാദരയെക്കാട്ടിലും പവർഫുൾ ആണോ എന്ന്. യെസ്, സാസ്കെ തീർച്ചയായും ഹാഷിരാമയെക്കാട്ടിലും മാദരയെക്കാട്ടിലും പവർഫുൾ തന്നെയാണ്. സാസ്കെ ഇവിടെ ഒരു ഉച്ചിഹ ആയതുകൊണ്ട് തന്നെ അവന് ഷാരിംഗൻ ഉണ്ടായിരിക്കും. സാസ്കയുടെ ചെറുപ്പത്തിൽ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് നമ്മുടെ കക്കാഷി സെൻസെയാണ്. ആൻഡ് നമ്മുടെ സാസ്കെ കക്കാഷി സെൻസയിൽ നിന്നുമാണ് ചിഡോരി പഠിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഇറ്റാച്ചിയെ കൊല്ലണമെന്നുള്ള ഒരു മോട്ടീവ് ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും പവർഫുൾ ആയി മാറുവാൻ ഹിഡൻ ലീഫിനെ വിട്ട് സാസ്കെ ഒറോച്ചിമാറുവിന്റെ കൂടെ ചേരും. ആൻഡ് ഇവിടെ 4th ഗ്രേറ്റ് നിഞ്ച വാറിൽ നമ്മുടെ സാസ്കെ വളരെയധികം പവർഫുൾ ആയി മാറും. നമ്മുടെ മാദര ഹാഷിരാമയ്ക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ നറൂട്ടോയ്ക്കെതിരെ കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സാസ്കെ. ഈവൻ സീരീസിന്റെ എൻഡിങ്ങിൽ സാസ്കെ വേഴ്സസ് നറൂട്ടോ ഫൈറ്റ് വരും. ആൻഡ് അവിടെ രണ്ടുപേരും വളരെയധികം ഇന്റൻസീവ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ ആ ഫൈറ്റിന്റെ എൻഡിൽ ആരും തന്നെ ജയിച്ചിരിക്കില്ല. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മുടെ സാസ്കെ 4th ഗ്രേറ്റ് നിഞ്ച വാറിന് ശേഷം റീനിഗനും ആക്സസ് ചെയ്തിരിക്കും. ആൻഡ് ഇതുകൊണ്ടാണ് എന്റെ ലിസ്റ്റിൽ സാസ്കെ ഉച്ചിഹ 2nd പ്ലേസിൽ വന്നത്. ഫൈനലി എന്റെ ഈ ലിസ്റ്റിൽ 1st പ്ലേസിലുള്ളത് ദ സ്റ്റാർ ഓഫ് ദ സീരീസ് ദ ചൈൽഡ് ഓഫ് പ്രൊഫസി ആയ നറൂട്ടോ ഉസുമാക്കിയാണ്. ഇവിടെ നറൂട്ടോ സീരീസിന്റെ സ്റ്റാർട്ടിംഗിൽ നോക്കുവാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നറൂട്ടോയുടെ പെർഫോമൻസ് കാണുമ്പോൾ ഇവന് ഒരു ഗെനിനെങ്കിലും ആകുമോ എന്ന് പറഞ്ഞ് ഡൗട്ട് ആയിരുന്നു. എന്നാൽ സീരീസിന്റെ എൻഡിങ്ങിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിനോബി ആയിട്ട് തന്നെ നമ്മുടെ നറൂട്ടോ മാറും. അതിന് നമ്മുടെ 4th ഗ്രേറ്റ് നിഞ്ച വാർ വരെ പോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ പെയിൻ ആർക്കിൽ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പെയിനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഇത് മാത്രമല്ലാതെ നഗാട്ടോയുടെ മനസ്സ് മാറ്റി ലീഫ് വില്ലേജിനെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവന്നിരിക്കും. ആൻഡ് ലിറ്ററലി ഈ ഒരു ആർക്കിന് ശേഷമാണ് നമ്മുടെ നറൂട്ടോ
ഹീറോ ഓഫ് ദ ലീഫ് വില്ലേജ് ആവുന്നത്. നമ്മുടെ മാസ്റ്റർ ജിറായ പറഞ്ഞതുപോലെ തന്നെ നറൂട്ടോ തീർച്ചയായിട്ടും ദ ചൈൽഡ് ഓഫ് പ്രൊഫസി തന്നെയാണ്. ലിറ്ററലി നറൂട്ടോയാണ് ഷിനോബി വേൾഡിന് ഒരു മാറ്റം കൊണ്ടുവന്നത്. നമ്മൾ സീരീസിന്റെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടതാണ് നറൂട്ടോ എന്തോരം പവർഫുൾ ആയി മാറിയിരിക്കുന്നു എന്ന്. സോ ഇതുകൊണ്ടാണ് എന്റെ ഈ ലിസ്റ്റിൽ ദ ചൈൽഡ് ഓഫ് പ്രൊഫസിയായ നറൂട്ടോ ഉസുമാക്കി ഫസ്റ്റ് പ്ലേസിലുള്ളത്. ആൻഡ് ഇത് നറൂട്ടോ അനിമിയിലെ പേഴ്സണലി എന്റെ ഒരു ടോപ്പ് 5 പവർഫുൾ ഷിനോബിസിന്റെ ലിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ ഈ ലിസ്റ്റിനോട് നിങ്ങൾ പലരും യോജിക്കില്ലായിരിക്കാം. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോപ്പ് 5 പവർഫുൾ ഷിനോബിസിന്റെ ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളതെന്ന് കമന്റിൽ പറയൂ. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരൂ. ആൻഡ് ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർബ്. 1,000 years of death!